ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. സോ നമുക്ക് ഒന്ന് വേഗം പറയാം ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ എടുത്തതെന്നുള്ളത്. നീവ ഇത് കാണുന്നുണ്ടല്ലോ അല്ലേ? ഈ സ്ലൈഡിൽ ഇപ്പൊ എന്താ നമ്മൾ കാണണേ? മൊഡ്യൂൾ 2 ഒന്ന് വായിക്കൂ. ശരി. ഓക്കെ. സോ മൊഡ്യൂൾ 2 കണ്ടന്റ്സ് വരുന്നത് സ്പെഷ്യൽ കോൺക്രീറ്റ് ആണ്. മൊഡ്യൂൾ 2 സ്പെഷ്യൽ കോൺക്രീറ്റ്സ്. ഓക്കെ. Okay. The aspects about special concretes, half the module, then metals ആണ് വരുന്നത് കേട്ടോ. ഓക്കെ. സോ വാട്ട് ഈസ് കോൺക്രീറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടു. കോൺക്രീറ്റ് എന്ന് പറയുന്ന ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ആണ്. അപ്പോൾ അത് നമ്മൾ സിന്തസൈസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ്. സോ ഇൻ ഓർഡർ ടു ഹാവ് ദി കോൺക്രീറ്റ് സ്റ്റെപ്സ് വരുന്നത് ഫസ്റ്റ് വൺ ബാച്ചിങ് ആണ് അല്ലേ? ബാച്ചിങ് എന്ന് പറയുമ്പോൾ മെഷർമെന്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബാച്ചിങ് എന്ന് പറയുന്നത്. അത് തന്നെ വോളിയം ബാച്ചിങ്. അപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന വോളിയം ബാച്ചിങ് ആണ്. ഇത് മെക്കനൈസ്ഡ് ആയിട്ട് നമ്മൾ വേവ് ബാച്ചിങ് രീതിയിൽ ചെയ്യാറുണ്ട്. മാനുവലായിട്ട് യൂഷ്വലി നമ്മൾ വോളിയം ബാച്ചിങ് ആണ് ചെയ്യുക കേട്ടോ. വോളിയം ഇത്ര ചട്ടി എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് വോളിയം ബാച്ചിങ്. വെയിറ്റ് ആണ്, സിമെന്റിന്റെ വെയിറ്റ്, അഗ്രിഗേറ്റിന്റെ വെയിറ്റ് ഒക്കെ എടുത്തിട്ട് എല്ലാം വെയിറ്റിന്റെ രീതിയിലാണ് നമ്മൾ വെയ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് വേവ് ബാച്ചിങ്. വോളിയം രീതിയിലാണ് പറയുന്നതെങ്കിൽ നമ്മളത് വോളിയം ബാച്ചിങ് എന്ന് പറയും. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാച്ചിങ് ആണ്. ബാച്ചിങ്ങിനെ പറ്റിയിട്ട് ഓൺ ദി ബേസിസ് ഓഫ് വോളിയം ആണ് ചെയ്യുക. അത് അത്ര നല്ലതല്ല, ബിക്കോസ് ആക്യുറസി അത്ര വരില്ല. വേവ് ബാച്ചിങ് ആണെങ്കിലാണ് കറക്റ്റ് ആൻഡ് പ്രിഫേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് വേവ് ബാച്ചിങ് തന്നെയാണ്. വെയിറ്റിന്റെ രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇത്ര കിലോ സിമെന്റ്, ഇത്ര കിലോ സാൻഡ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ മെഷർമെന്റ് ആണ് നല്ലത്. വേവ് ബാച്ചിങ് ഈസ് മോർ ആക്യുറേറ്റ് എന്നാണ് പറയുന്നത്. ബട്ട് ബേസ്ഡ് ഓൺ ദി സർക്കംസ്റ്റൻസ് നമ്മൾ ചിലപ്പോൾ ലോ വർക്ക് ഒക്കെ ആണെങ്കിൽ വോളിയം ബാച്ചിലേക്ക് പോകും കേട്ടോ. നൗ അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് മിക്സിംഗ് അല്ലേ? ഫസ്റ്റ് മെഷർമെന്റ് ആണ് ബാച്ചിങ്. ബാച്ചിങ് തന്നെ 2 തരം. നെക്സ്റ്റ് പറയുന്നത് മിക്സിംഗ് ആണ്. മിക്സിംഗ് തന്നെ എങ്ങനെയാണ്? 2 തരത്തിൽ പറയാം. ഹാൻഡ് മിക്സിംഗ്. ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത് കണ്ടോ, സ്മോൾ സ്കെയിലൊക്കെ വർക്ക് ആണെങ്കിൽ നമ്മൾ ഹാൻഡ് മിക്സിംഗ് ചെയ്യുന്നു. അത് അത്ര എഫിഷ്യന്റ് അല്ല. കുറച്ചും കൂടി എഫിഷ്യന്റ് ആവാനായിട്ട് വാട്ടർ സിമെന്റ് കറക്റ്റ് എമൗണ്ടിനേക്കാളും 10% കൂടി മോർ സിമെന്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ അതാണ് ഹാൻഡ് മിക്സിംഗ് എന്ന് പറയുന്നത്. ദെൻ അതിന് ചെയ്യാനായിട്ടുള്ള സ്റ്റെപ്സ് പറയുന്നത് എന്താണ്? ഇംപെർവിയസ് ആയിട്ടുള്ള ഒരു സർഫസിൽ വേണം നമ്മൾ ഈ എല്ലാ മെറ്റീരിയൽസും പ്ലേസ് ചെയ്തിട്ട് അതിനെ മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, സ്പ്രെഡ് ഒക്കെ ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വാട്ടർ ആഡ് ചെയ്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ദാറ്റ് ഈസ് ഹാൻഡ് മിക്സിംഗ്. നൗ അത് മെഷീൻ മിക്സിംഗ് എന്ന് പറയുമ്പോൾ മോർ എഫിഷ്യന്റ് ആണ്. മെഷീൻസ് വെച്ച് മിക്സ് ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് മെഷീൻസ് വരുന്നത് കണ്ടോ. ടിൽറ്റിംഗ് മിക്സർ, പേരുകളൊക്കെ പഠിക്കണം. നോൺ ടിൽറ്റിംഗ് മിക്സർ, അപ്പൊ ഇതിന്റെ ഒരു എന്താ പറയുന്ന ആക്സിസ് ടിൽറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ മിക്സറിന്റെ ടിൽറ്റിംഗ് മിക്സർ. നോൺ ടിൽറ്റിംഗ് ആയിട്ടുള്ള മിക്സേഴ്സ് ഉണ്ട്. റിവേഴ്സിംഗ് ഡ്രം മിക്സേഴ്സ്, പാൻ ടൈപ്പ് മിക്സേഴ്സ്. ദർ ആർ വെറൈറ്റി ഓഫ് മിക്സേഴ്സ് അവൈലബിൾ ഇൻ മെക്കനൈസ്ഡ് വേ കേട്ടോ. അതുപോലെ ഒരു വേറെ തരമാണ് കണ്ടിന്യൂസ് മിക്സർ. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യേണ്ട വർക്കുകൾ വരും. ഡാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ നമ്മൾ ഡേയും നൈറ്റും കോൺക്രീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ വരില്ലേ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസ് മിക്സർ ആണ് കേട്ടോ. ലോ വർക്കുകളൊക്കെ ആണെങ്കിൽ എന്താ പറയാ, ലോ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഒക്കെ എടുക്കാം. അങ്ങനെയുള്ള വർക്കുകളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് മിക്സേഴ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദാറ്റ് ഈസ് അബൌട്ട് മെക്കനൈസ്ഡ് മിക്സേഴ്സ്. ഓക്കെ, ഇനി അതിൽ തന്നെ ഇതിനെയാണ് പറയുന്നത് മെഷീൻ മിക്സിങ്ങിനെ തന്നെ 2 തരത്തിൽ പറയുന്നുണ്ട്. ബാച്ച് മിക്സറും കണ്ടിന്യൂസ് മിക്സറും. ഓക്കെ, ഇത് കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാസ് കോൺക്രീറ്റിങ്, അതുപോലെ ഡാം, അങ്ങനെയുള്ള ഒരു കുറെ സ്ട്രെച്ച് ഓഫ് കോൺക്രീറ്റ് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ചെയ്യേണ്ടി വരും. ലാർജ് സൈറ്റിലൊക്കെയാണ് അത് ചെയ്യുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് മിക്സേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ സാധനം കേട്ടോ, കണ്ടിന്യൂസ് മിക്സേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്. ദെൻ ഇത് ടിൽറ്റിംഗ് ഉണ്ട്, നോൺ ടിൽറ്റിംഗ് ഉണ്ട്, റിവേഴ്സിംഗ് ഡ്രം മിക്സേഴ്സ്, ഇതൊക്കെയാണ്. അത് റൊട്ടേറ്റ് ചെയ്യും കണ്ടോ. സ്പീഡ് ഓഫ് മിക്സേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ഡ്രം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ അതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽ ഇട്ട് കൊടുത്താൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, മെക്കനൈസ്ഡ് ആയിട്ട് തന്നെ ചെയ്യും കേട്ടോ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ സംഭവം. ഇനി ഇതെന്തായിരുന്നു? റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് എന്താണ്? റെഡി മിക്സ് നമ്മൾ ആ ഒരു സൈറ്റിൽ അല്ലാതെ, റെഡി മിക്സ് എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്ലാന്റിലാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സൈറ്റിലല്ലാതെ, ഓക്കെ, നമ്മൾ ആ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലല്ല, കൺസ്ട്രക്ഷൻ സൈറ്റിലല്ല, ഒരു വേറൊരു സെൻട്രൽ പ്ലാന്റിലാണ് നമ്മൾ ഈ മിക്സിങ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഫ്രഷ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ അതിനെയാണ് നമ്മൾ റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അതും ഒരു തരം കോൺക്രീറ്റ് ആണ്. മിക്സിങ്ങിന്റെ രീതിയിൽ പറയുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട്? ഹാൻഡ് മിക്സിംഗ് ഉണ്ട്, മെഷീൻ മിക്സിംഗ് ഉണ്ട്. മെഷീൻ മിക്സ് തന്നെ കണ്ടിന്യൂസ് മിക്സ് ഉണ്ട്, ബാച്ച് മിക്സിംഗ് ഉണ്ട്, പിന്നെ റെഡി മിക്സ് ഉണ്ട്. റെഡി മിക്സ് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രൽ പ്ലാന്റിൽ നമ്മൾ കോൺക്രീറ്റിനെ
പ്രിപ്പയർ ചെയ്യുന്നു, എന്നിട്ട് പെട്ടെന്ന് തന്നെ അതിനകത്ത് കൊണ്ടുവരികയാണ് ആ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് സൈറ്റിലേക്ക് എങ്കിൽ അതിനെ റെഡി മിക്സ് കോൺക്രീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മിക്സിങ്ങിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ബാച്ചിങ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന മിക്സിംഗ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടേഷൻ എവിടെയാണോ മിക്സ് ചെയ്തത് അവിടുന്ന് നമുക്ക് എവിടെയാണോ അതിനെ പ്ലേസ് ചെയ്യേണ്ടത് അവിടേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുക, അല്ലേ? വൺസ് ഇറ്റ് ഈസ് മിക്സ്ഡ് ഇറ്റ് ഹാസ് ടു ബി പ്രോപ്പർലി ട്രാൻസ്പോർട്ടഡ് ടു എ റിക്വയർഡ് പ്ലേസ്. അപ്പം അതിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. മോർട്ടാർ പാനൽ വെച്ചിട്ട് നമ്മൾ ചെറിയ ലോ വർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ഇത് കണ്ട് വീൽ ബാരോ, ട്രക്ക്, ക്രെയിന്, ബെൽറ്റ് കൺവേയേഴ്സ്, ച്യൂട്ട്, ഇതൊക്കെയാണ് പ്ലേസ് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാനുള്ള മിക്സ് ചെയ്ത കോൺക്രീറ്റിനെ ആ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഫെസിലിറ്റീസ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം അത് നോട്ട് ചെയ്യുക. പിന്നെ മോർട്ടാർ പാൻ, ചെറിയ വർക്കൊക്കെ ആണെങ്കിൽ മോർട്ടാർ പാൻ, വീൽ ബാരോസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? വീൽ ബാരോയിൽ പ്ലേസ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ പ്രോപ്പറായിട്ട് കൊണ്ടുപോകണം. അപ്പം അത് കൊണ്ടുപോകുമ്പോഴും അവിടെ ക്വാളിറ്റി കൺട്രോൾ രീതിയിൽ കൊണ്ടുപോകണം, വൈബ്രേഷൻ ഒന്നും ഇല്ലാത്ത രീതിയിൽ കൊണ്ടുപോകണം. അങ്ങനത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ക്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ, വീൽ ബാരോ ഒക്കെ ആണെങ്കിൽ എന്താ നമ്മൾ ആ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് ഇതിനെ പ്ലേസ് ചെയ്യണമെങ്കിൽ വീൽ ബാരോയിൽ നമുക്ക് അതിനെ ഉന്തി കൊണ്ടുപോയി വെക്കാൻ പറ്റും. ക്രെയിനും ബക്കറ്റും റോപ്പ് ബൈക്ക് ആണെങ്കിൽ നമ്മൾ എന്താ പറയണേ, അത് ഗ്രൗണ്ട് ലെവലിലേക്ക് മുകളിലേക്ക് ആ കോൺക്രീറ്റിനെ എത്തിക്കണമെങ്കിലല്ലേ നമ്മൾ ലിഫ്റ്റ്, ക്രെയിന്, ബക്കറ്റ്, റോപ്പ് അങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ബെൽറ്റ് കൺവേയേഴ്സ് വരുന്നുണ്ട്. ബെൽറ്റ് കൺവേയേഴ്സ് വഴി ഇങ്ങനെ അതെന്താ പറയുക, കൺവെയർ സംവിധാനത്തിൽ അതിങ്ങനെ ഉരുസി വന്നിട്ട് ആ രീതിയിൽ അവിടേക്ക് എത്തുക. ആ രീതിയിൽ സ്ലൈഡ് ചെയ്തിട്ട് വന്നിട്ട് കോൺക്രീറ്റ് എവിടെയാണോ പ്ലേസ് ചെയ്യേണ്ടത്, ബീമോ കോളോ എവിടെയാണെന്ന് വെച്ചാൽ അവിടേക്ക് എത്തുന്ന രീതിയിലെയാണ് നമ്മൾ ബെൽറ്റ് കൺവേയേഴ്സ് എന്ന് പറയാം. ഓക്കെ, ദെൻ ച്യൂട്ട് എന്ന് പറയുന്ന കോൺക്രീറ്റ് പമ്പ് യൂസ് ചെയ്യാറുണ്ട്. എന്താ വെള്ളമൊക്കെ അടിക്കുന്ന നമ്മുടെ പൈപ്പ് പോലെ കോൺക്രീറ്റിനെ നമുക്ക് പമ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് യൂണിവേഴ്സലി അക്സെപ്റ്റഡ് മെത്തേഡാണ്. വലിയ വർക്കൊക്കെ വരുമ്പോൾ അണ്ടർ വാട്ടർ കോൺക്രീറ്റിങ്ങിനൊക്കെ നമ്മൾ കോൺക്രീറ്റ് പമ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അത് എന്താ, കോൺക്രീറ്റിനെ നമുക്ക് വാട്ടർ പമ്പ് ചെയ്യണ പോലെ ഇങ്ങനെ പമ്പ് ചെയ്തെടുത്തിട്ട് എവിടെയെങ്കിലും പ്രോപ്പർ ആയിട്ടുള്ള ആ ഒരു പ്ലേസിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് കോൺക്രീറ്റ് പമ്പ്. പിന്നെ കണ്ടോ സ്കിപ്പ് ആൻഡ് ബെൽറ്റ് കൺവെയർ കണ്ടോ, ഇതാണ് ബെൽറ്റ് കൺവെയർ. സ്കിപ്പ് ആൻഡ് ഹോയിസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഈ ലെവലിൽ നിന്ന് വേറെ ഹയർ ലെവലിലേക്കാണ് കോൺക്രീറ്റിനെ എത്തിക്കണമെങ്കിൽ തന്നെയാണ് സ്കിപ്പ് ആൻഡ് ഹോയിസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. മനസ്സിലായോ? ലേബേഴ്സ് തേർഡ് ഓർ ഫോർത്ത് ഫ്ലോറിലേക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കോൺക്രീറ്റിനെ അവിടേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, ക്രെയിൻ ഇതൊക്കെയാണ് നമ്മുടെ പ്ലേസ് ചെയ്യാനുള്ളത്, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റിയാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസിംഗ് ആണ്. പ്ലേസിംഗ് എന്ന് പറയുമ്പോൾ പ്രോപ്പർലി പ്ലേസ് ചെയ്യണം. കോൺക്രീറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ സെഗ്രിഗേഷൻ ഒന്നും ഇല്ലാതെ അവിടെ എന്ത് ചെയ്യണം, കോൺക്രീറ്റിനെ ഇപ്പോൾ ബീമിന്റെ ആ ഒരു ഫോം വർക്കിൽ നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. കോളത്തിന്റെ ഷട്ടറിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ കോൺക്രീറ്റ് മസ്റ്റ് ബി പ്ലേസ്ഡ് വിത്തിൻ 30 മിനിറ്റ്സ് ഓഫ് ആഡിങ് വാട്ടർ. ഫോം വർക്ക് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മളത് കോൺക്രീറ്റ് ആയിട്ട് പ്ലേസ് ചെയ്യുക. ഓക്കെ, പിന്നെ റീഇൻഫോഴ്സ്ഡ് വർക്ക് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റിലെ പ്രോപ്പർലി പ്ലേസ് ചെയ്തിട്ട് ആസ് പെർ ദി ഡ്രോയിങ് അതിന് ഇടയിൽ നമ്മൾ കോൺക്രീറ്റ് pour ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം പ്രോപ്പർലി പ്ലേസ് ചെയ്യണം. സോ ദാറ്റ് അവിടെ എന്ത് വരുന്നില്ല, വോയിഡ്സും കാര്യങ്ങളൊന്നും വരില്ല, എയർ ബബിൾസ് വരാൻ പാടില്ല. ആ രീതിയിലൊക്കെ വേണം നമ്മൾ കോൺക്രീറ്റിനെ ആ ഒരു ഫോം വർക്കിൽ പ്ലേസ് ചെയ്യാൻ. ബീമിന്റെ ആണെങ്കിൽ ബീമിന്റെ ഫോം വർക്കിൽ, കോളം ആണെങ്കിൽ കോളത്തിന്റെ, സ്ലാബിന്റെ ആണെങ്കിൽ അതിന്റെ റീൻഫോഴ്സ്മെന്റ് ബാർസ് ഒക്കെ പ്രോപ്പർലി ലേ ചെയ്തിട്ടുണ്ടാവും ആസ് പെർ ദ ഡിസൈൻ. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺക്രീറ്റിനെ പ്ലേസ് ചെയ്യുന്നു. പ്ലേസ് ചെയ്തതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പാക്ട് ചെയ്യണം. എൻട്രാപ്ഡ് എയർ കളയാനായിട്ട് നമ്മൾ അതിനെ കോമ്പാക്ട് ചെയ്യണം. കോമ്പാക്ട് ചെയ്യാനായിട്ട് എന്താണ്, ഹാൻഡ് വെച്ചിട്ട് ഹാൻഡ് കോമ്പാക്ടേഴ്സ് ഉണ്ട്, റാമേഴ്സ് ഒക്കെ വെച്ചിട്ട് കോമ്പാക്ട് ചെയ്യാം. അല്ലെങ്കിൽ വൈബ്രേറ്റേഴ്സ്, അല്ലെ? വൈബ്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ദർ ഇസ് എ ടൈപ്പ് ഓഫ് റോഡ്, ഇലക്ട്രിക്കലി ഡ്രിവൺ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ അത് നമുക്ക് അതിൽ പ്ലേസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൈബ്രേഷൻ നടക്കും. അപ്പോൾ വൈബ്രേഷൻ നടക്കുമ്പോൾ എന്താ, അതിലുള്ള എയർ പോക്കറ്റ്സ് ഒക്കെ റിലീസ് ആവും കേട്ടോ. അപ്പോൾ ഹാൻഡ് കോമ്പാക്ഷൻ ഉണ്ട്, ദെൻ കോമ്പാക്ഷൻ ബൈ വൈബ്രേറ്റേഴ്സ്, സർഫസ് വൈബ്രേറ്റേഴ്സ് ഉണ്ട്, ഷട്ടർ വൈബ്രേറ്റേഴ്സ്, വൈബ്രേറ്റിംഗ് ടേബിൾസ്. അപ്പോൾ ഈ രീതിയിലുള്ള പല വൈബ്രേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതിലുള്ള കോൺക്രീറ്റിൽ എൻട്രാപ്ഡ് എയർ ഉണ്ടെങ്കിൽ അതിനെ റിലീസ് ചെയ്യാനായിട്ട് പ്രോപ്പർലി കോമ്പാക്ട് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ശേഷം എന്ത് ചെയ്യണം, ക്യൂറിങ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മിനിമം 14 ഡേയ്സ്, മാക്സിമം അതിൻ്റെ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യുന്നത് എന്താ പറയുക 28 ഡേയ്സ് വരെ നമ്മൾ ക്യൂർ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. കണ്ടിന്യൂസ്ലി വെറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കോൺക്രീറ്റ്, അല്ലേ,
ആ 30 മിനിറ്റ്സ് ഒക്കെ ആയി കഴിഞ്ഞാൽ എന്താ ഇനീഷ്യൽ സെറ്റിംഗ് ആയി. അത് കഴിഞ്ഞാൽ 10 അവർ കഴിഞ്ഞാൽ ഫൈനൽ സെറ്റിംഗ് ടൈം കഴിഞ്ഞു. ഫൈനൽ സെറ്റിംഗ് ആയി. പക്ഷേ സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ നനച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? ഇനീഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സ് ആണ്. ഫൈനൽ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 10 അവേഴ്സ് ആണെങ്കിലും കോൺക്രീറ്റ് അപ്പോൾ ജസ്റ്റ് സെറ്റ് ആയിട്ടേ ഉള്ളൂ, സ്ട്രെങ്ത് ഗെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ വാട്ടർ ആഡ് ചെയ്താലാണ്, പ്രോപ്പർലി ക്യൂറിങ് ചെയ്താലാണ് എന്ത് വരുള്ളൂ, സ്ട്രെങ്ത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനാണ് നമ്മൾ ആ ഹൈഡ്രേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ ക്യൂറിങ് ചെയ്യണം. 14 ഡേയ്സ് ഒക്കെ ക്യൂർ ചെയ്യണം. ഓക്കെ, പർപ്പസ് എന്ന് പറയുന്നത് എന്താ, ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ. കോൺക്രീറ്റിലുള്ള ആ വാട്ടർ സണ്ണ് വിൻഡ് ആക്ഷൻ വഴി ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാനായിട്ട് നമ്മൾ അതിൽ എപ്പോഴും ഒരു മോയ്സ്ചർ കീപ്പ് ചെയ്യണം. അപ്പം അതിനാണ് നമ്മൾ ക്യൂർ ചെയ്യുന്നത് കേട്ടോ. കെമിക്കൽ ആക്ഷൻ കണ്ടോ, ഹൈഡ്രേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. ഹൈഡ്രേഷൻ കംപ്ലീറ്റ് ആയാലാണ് കംപ്ലീറ്റ് സ്ട്രെങ്ത് അറ്റൈൻമെന്റ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ വാട്ടർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ അതിൻ്റെ ഡ്യൂറബിലിറ്റിയും പെർമിയബിലിറ്റിയും ഒക്കെ എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ക്യൂറിങ് ചെയ്തേ പറ്റൂ. അപ്പോൾ ഇതൊക്കെയാണ് ക്യൂറിങ്ങിൻ്റെ പർപ്പസ് വരുന്നത്. ഓക്കെ, ക്യൂറിങ് ചെയ്യാനായിട്ട് സ്പ്രേ ചെയ്യാറുണ്ട്. വാൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഓസ് വെച്ചിട്ട് ചെയ്യില്ലേ. പോണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് സ്ലാബ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ നനച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തടം കെട്ടി നിർത്തും അല്ലേ. വെള്ളത്തിനെ ഇങ്ങനെ ഒരു ജസ്റ്റ് ലൈക്ക് എ പോണ്ട് വാട്ടർ യു വിൽ ബി സ്റ്റാഗ്നേറ്റിംഗ് ദി വാട്ടർ ടു എ ഹൈറ്റ് 25 to ഒരു 2.5 സെൻറ്റിമീറ്ററിലൊക്കെ വെള്ളം ഇങ്ങനെ തളം കെട്ടി നിർത്തും. അപ്പം അതാണ് പോണ്ടിങ്. വെറ്റ് കവറിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് കണ്ടോ ഇവിടെയൊക്കെ കവർ നമ്മുടെ എന്താ പറയുക, ചാക്കുകൾ അല്ലേ, കോളംസ്, അവിടെ വെറ്റ് കവേഴ്സ്, പേപ്പറോ അല്ലെങ്കിൽ ജൂട്ട് ബാഗ്സ്, സാക്സ് അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഗണ്ണി ബാഗ്സ് ഒക്കെ ഇട്ടിട്ട് അതിനെ കവർ ചെയ്യാറുണ്ട്. അതാണ് വെറ്റ് കവറിങ്. മെംബ്രെയിൻ ക്യൂറിംഗ് എന്ന് പറയുമ്പോൾ എന്താ, മെംബ്രെയിൻ വെച്ചിട്ട് ക്യൂർ ചെയ്യുക. പോണ്ടിങ് ഈസ് അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഹൈ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് പോണ്ടിങ് ചെയ്യാൻ പറ്റില്ല, കാരണം വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ ഒരു മെംബ്രെയിൻ വെച്ച് അതിന് മുകളിൽ നമ്മൾ ആ വെള്ളം പോവാതിരിക്കാനായിട്ട് ഒരു മെംബ്രെയിൻ വെച്ച് നമ്മൾ അതിനെ എന്ത് വെക്കും, സീൽ ചെയ്ത് വെക്കും. അങ്ങനെയും ക്യൂറിങ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? അപ്പോൾ വെള്ളം ഇവാപ്പറേറ്റ് ചെയ്യില്ല. ഒരു മെംബ്രെയിൻ വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് ഇതാക്കി വെച്ച് ഇംപെർമിയബിൾ എയർ പോലെ സെറ്റ് ചെയ്തിട്ടായിരിക്കും വാട്ടർ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് മെംബ്രെയിൻ ക്യൂറിങ്. സ്റ്റീം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റീം ക്യൂറിങ് അല്ലേ, വാട്ടറിൻ്റെ അവൈലബിലിറ്റി കുറവുള്ള സ്ഥലത്ത് നമ്മൾ സ്റ്റീം വെച്ചിട്ടൊക്കെയാണ് ചെയ്യുക. അതുപോലെ വേറൊരു സാധനമുണ്ട്, കാൽഷ്യം ക്ലോറൈഡ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇത് ഉപ്പില്ലേ, ഉപ്പ് നമ്മൾ വെറുതെ സർഫസിൽ വെച്ച് അങ്ങനെ ഉപ്പ് ഇങ്ങനെ കിനിയെന്ന് കണ്ടിട്ടില്ലേ, അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരില്ലേ, അതേപോലെ ഒരു സാധനമാണ് നമ്മുടെ കാൽഷ്യം ക്ലോറൈഡ്. അപ്പോൾ കാൽഷ്യം ക്ലോറൈഡ് അതിലിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വെള്ളമായിട്ട് മാറില്ലേ, ഉപ്പ് പോലെ തന്നെ. അപ്പോൾ അതൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ക്യൂറിങ് ചെയ്യാറുണ്ട്. അതും ഒരു ക്യൂറിങ് കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഓക്കെ അല്ലേ, ഇത് കണ്ടു എന്ന് വിചാരിക്കണോ. സാനിയ ഇതുവരെ ഉള്ളത് കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? ജസ്റ്റ് ഒന്ന് സ്ലൈഡ് കാണും ചെയ്തില്ലേ? ഹലോ, എനിപ്പടി?